അപ്പോൾ ഇന്ന് നമുക്ക് ലീവാണ് കേട്ടോ. പക്ഷേ ലീവാണെങ്കിലും നമുക്ക് ഷോപ്പിൽ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. ഷോപ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി എടുക്കണം കേട്ടോ. നമ്മുടെ ഫ്രിഡ്ജൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കണം. അതുപോലെ തന്നെ സാധനങ്ങളെല്ലാം പ്രോപ്പറായിട്ട് നമുക്കൊന്ന് അടുക്കി വയ്ക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ബിൽഡിങ് ഷിഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഞങ്ങളുടെ പുതിയ ബിൽഡിങ്ങിൻ്റെ പണി നടക്കുവാണ്. അപ്പോൾ നമ്മൾ തൽക്കാലത്തേക്ക് ഒരു കടയിലോട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ ബിൽഡിങ് ഷിഫ്റ്റ് ആകുമ്പോൾ ഉള്ള ഏറ്റവും വലിയ പണിയാണ് ഈ സാധനങ്ങളൊക്കെ തിരിച്ച് അതുപോലെ അടുക്കി വെക്കുക, പ്രോപ്പറായിട്ട് വയ്ക്കുക എന്നുള്ളതല്ലേ. സത്യം പറഞ്ഞാൽ ഇത് ഇത്രയും ബുദ്ധിമുട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയത് നമ്മുടെ കട ഒന്ന് മാറിയപ്പോഴാണ് കേട്ടോ. ഈ വാടക വീടൊക്കെ മാറുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ നമ്മൾ ഡെയിലി സാധാരണ വേസ്റ്റൊക്കെ എപ്പോഴും ക്ലീൻ ചെയ്യും. പക്ഷേ ഇതിപ്പോൾ സാധനങ്ങളൊക്കെ മാറ്റിയപ്പോൾ നമുക്ക് ഒരുപാട് വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാ പണിയും മാക്സിമം ഇന്ന് തന്നെ തീർക്കണം കേട്ടോ. കാരണം നാളെ ഇവിടെ പണിക്കാർ വന്നിട്ട് അവർക്കുള്ള കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ പറ്റുന്ന കുറച്ച് ഡിസ്പ്ലേ ഒക്കെ ഇന്ന് തന്നെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പം അത്യാവശ്യം കുറച്ച് ഡിസ്പ്ലേ ഒക്കെ നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സമയം 2 മണിയായി. നമുക്ക് ചോറ് കഴിക്കാം. ചോറ്, വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടി, മോര്, മുട്ട പൊരിച്ചത്, ഫിഷ് ഫ്രൈ, അങ്ങനെ ഗ്രാൻഡായിട്ടുള്ള ഒരു ഊണൊക്കെ കഴിഞ്ഞ് ഇനി ഒരു 10 മിനിറ്റ് നമുക്ക് റെസ്റ്റ് എടുക്കാം കേട്ടോ. അപ്പോൾ ഇനിയും കുറേ സാധനങ്ങളൊക്കെ അടുക്കാനുണ്ട്. നമ്മൾ എത്ര അടുക്കിയാലും നമുക്ക് പിന്നെയും മാറ്റി മാറ്റി അടുക്കാൻ തോന്നും കേട്ടോ. അപ്പോൾ ഇനി നമുക്കൊരു ഐസ്ക്രീം കഴിക്കാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇനിയും നമുക്ക് വിസ്പർ, സ്റ്റേ ഫ്രീ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അടുക്കാം കേട്ടോ. കാരണം ഈ വിസ്പർ, സ്റ്റേ ഫ്രീ നമ്മൾ എത്ര അടിക്കാലും തീരൂല. ഇതൊരു ചാകര പോലെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എത്ര അടിക്കാലും അത് പിന്നെയും കൂടിക്കൊണ്ടിരിക്കും. പിന്നെ അത് മാത്രമല്ല, നമ്മൾ എത്ര അടിക്കാലും നമുക്ക് തന്നെ ഒരു തൃപ്തി തോന്നില്ല. നമുക്ക് തന്നെ അത് പിന്നെയും മാറ്റി അടുക്കണം, അല്ലെങ്കിൽ ഇത് ഇവിടെ വെച്ചത് ശരിയായില്ല, മാറ്റി വെക്കണം എന്നൊക്കെ തോന്നിക്കൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതൽ സമയവും പോകുന്നത്. അങ്ങനെ ഏകദേശം ഇതെല്ലാം അടുക്കി തീരാറായി കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ഹെയർ ഡൈ ഒക്കെ ഒന്ന് സെറ്റ് ചെയ്തിടാം. കാരണം എപ്പോഴും എടുക്കാൻ എളുപ്പത്തിലുള്ള സ്ഥലത്തായിരിക്കണം ഹെയർ ഡൈ ഒക്കെ സെറ്റ് ചെയ്തിടേണ്ട കേട്ടോ. അപ്പം നമുക്ക് ഹെയർ ഡൈ ഒക്കെ ഒന്ന് സെറ്റ് ചെയ്തിടാം. അങ്ങനെ ഹെയർ ഡൈ ഒക്കെ സെറ്റ് ചെയ്ത് തീർന്നു കേട്ടോ. ഇനി നമുക്ക് ജസ്റ്റ് അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടാം കേട്ടോ. അപ്പോൾ ഇനിയും ഒരുപാട് പണിയുണ്ട്, പണിയൊന്നും തീർന്നിട്ടില്ല. എന്നാലും ഇപ്പം നമുക്ക് ഇത്രയും പണി ചെയ്ത് നിർത്താം കേട്ടോ. അപ്പോൾ അവിടേക്ക് ജസ്റ്റ് ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിടാം. കാരണം നമ്മൾ ഇനിയിപ്പോൾ ഇന്ന് ഇത്രയും പണി ചെയ്തിട്ട്, കാരണം നാളെ ഇനി ജോലിക്കാർ വരുമ്പോഴത്തേക്കും കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ മാറ്റി കൊടുക്കണമെന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. അപ്പം നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് പുതിയ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം.